കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി സംസ്ഥാന നേതാക്കൾ ബി ജെ പിയോട് അടുക്കുന്നു. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് സ്വീകരണം നൽകാനും പുകഴ്ത്തിപ്പാടാനും മുന്നിൽ നിന്നത് കോൺഗ്രസിൻ്റെ 2 സംസ്ഥാന നേതാക്കളാണ്. ഇവർക്ക് വിവരമില്ലയോ അതോ വിജ്ഞാനമില്ലയോ ഇതൊന്നും ചോദിച്ചാലറിയില്ല. എങ്ങനെ രക്ഷപ്പെടാൻ? ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ഭാരത് സേവക് സമാജം നൽകിയ സ്വീകരണത്തിൽ KPCC പ്രചാരണ സമിതി അംഗങ്ങളായ MR തമ്പാനും BS ബാലേന്ദ്രനുമാണ് കളം നിറഞ്ഞാടിയത്. രണ്ടുപേരും മോശക്കാരല്ല കേട്ടോ, രണ്ടുപേരും പ്രഗത്ഭരും പ്രതിഭാശാലികളുമാണ്. KPCC താൽക്കാലിക അധ്യക്ഷൻ MM ഹസൻ്റെ അടുത്ത സുഹൃത്തുക്കളും അനുയായികളുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് KPCC രൂപം കൊടുത്ത പ്രചാരണ സമിതിയിലെ 2 പ്രമുഖ നേതാക്കളുമാണ് തമ്പാനും ബാലേന്ദ്രനും. BJP സ്ഥാനാർത്ഥിയുടെ സ്വീകരണ യോഗത്തിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുക മാത്രമല്ല, സ്ഥാനാർത്ഥിയെ വാനോളം പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. സ്വന്തം സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെയാണെന്ന് ഓർക്കണം. INTUC നേതാവായ ചാല നാസറും പ്രാദേശിക നേതാക്കളും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു. അതുപോലെ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത കോൺഗ്രസ് നേതാവ് മുണ്ടേല മോഹനെതിരെയും പാർട്ടി നടപടിയെടുത്തില്ല. മുണ്ടേല മോഹൻ്റെ ശബ്ദ സന്ദേശം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നിട്ടും അയാൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ ഒരു വിശദീകരണം പോലും ചോദിക്കാൻ തയ്യാറായില്ല. ഒരു നടപടിയും വേണ്ടെന്ന് KPCC പ്രസിഡന്റ് DCC പ്രസിഡൻറ്റിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ പോയാൽ എത്ര സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ വിജയിക്കുമെന്ന് കണ്ടറിയണം. പാളയത്തിലെ പടയെപ്പോലും ഒതുക്കാൻ കഴിയാത്ത സൈന്യാധിപന്മാരെ വേണം ആദ്യം കോച്ചൂല് കൊണ്ട് അടിച്ചോടിക്കാൻ.